ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം മറ്റൊരു വീഡിയോയിലേക്ക്. ദിസ് ഈസ് ശ്രീകുമാർ വിത്ത് യു. ഇന്നത്തെ നമ്മളുടെ പഠനം എന്ന് പറയുന്നത് ക്യാൻ ആൻഡ് കനോട്ട്. ക്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയും, കനോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയില്ല, കാണ്ട് എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും. ഇപ്പം ക്യാൻ ഉപയോഗിച്ച് കഴിയുമെന്ന് പറയാം, കഴിയുമോ എന്ന് ചോദിക്കാം. കനോട്ട് ഉപയോഗിച്ച് കഴിയില്ല എന്ന് പറയാം, കഴിയില്ലേ എന്ന് ചോദിക്കാം. അപ്പം 4 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്, ഇതിനകത്ത് റൂളുകളൊന്നുമില്ല. ഇതൊന്നും അറിഞ്ഞു വെച്ചാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും, അങ്ങനെ നമുക്ക് കാര്യമായി സംസാരിക്കാൻ പറ്റും. ഓക്കെ, ലെറ്റ് us start. ഐ ക്യാൻ റൈറ്റ് ഇൻ ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷിൽ എഴുതുവാൻ കഴിയും. ഐ ക്യാൻ റൈറ്റ് ഇൻ ഇംഗ്ലീഷ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാവും. അപ്പോൾ അത് തന്നെയാണ് നമ്മളുടെ പ്രശ്നം, അല്ലേ? ഇംഗ്ലീഷിൽ എഴുതുവാൻ കഴിയും, ഇംഗ്ലീഷ് മനസ്സിലാവും, പക്ഷേ സംസാരിക്കാൻ കഴിയില്ല. കാരണം അതിനുള്ള പ്രാക്ടീസ് ഇല്ല. അങ്ങനെയല്ല നമ്മൾ പഠിക്കുന്നത്, കുറേ റൂളുകൾ മാത്രം പഠിക്കുന്നു. അങ്ങനെയല്ല, പ്രാക്ടിക്കലായ സെൻറ്റൻസുകൾ പഠിക്കുക, എങ്കിലേ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും. നെക്സ്റ്റ്, ഹീ ക്യാൻ റൈഡ് എ ബൈക്ക്. അവനൊരു ബൈക്ക് ഓട്ടിക്കുവാൻ കഴിയും. ദേ ക്യാൻ പ്ലേ ചെസ്. അവർക്ക് ചെസ് കളിക്കുവാൻ കഴിയും. ഇവിടെ ശ്രദ്ധിച്ചാൽ റൈറ്റ്, അണ്ടർസ്റ്റാൻഡ്, റൈറ്റ്, പ്ലേ ഇതെല്ലാം സാധാരണ വെർബുകളാണ്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് നോക്കാം. ഐ, വി, യു, പിന്നെ ഹി, ഷീ, ദേ, ഇറ്റ് ഇങ്ങനെയുള്ളതാണ് സാധാരണ സബ്ജക്റ്റായിട്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ ക്യാൻ അങ്ങോട്ട് എഴുതുക, പിന്നെ V1 വെർബിൻ്റെ V1 എഴുതുക, അത്ര മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് വേണ്ടത് ഫിൽ ചെയ്യുക, ബാക്കി നമുക്ക് ആഡ് ചെയ്യാൻ. V1 എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻറ്റിലെ വെർബിൻ്റെ പ്ലൂറൽ ഫോം. അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വെർബുകളെല്ലാം അങ്ങനെയാണ്. ഇതെല്ലാം പ്ലൂറൽ ഫോമാണ്. റൈറ്റ്, അണ്ടർസ്റ്റാൻഡ്, റൈറ്റ്, പ്ലേ. അതിൻ്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ചേർക്കുമ്പോഴത്തേക്ക് അത് സിംഗിൾ ഫോമായിട്ട് മാറും. അപ്പോൾ മനസ്സിലായല്ലോ? ഈ സബ്ജക്റ്റ് മാറി എന്ന് പറഞ്ഞ് ഇവിടെ ഒരു വ്യത്യാസവും വരില്ല. ക്യാൻ കഴിഞ്ഞാൽ എപ്പോഴും V1, അതാണ് ഷോർട്ട് ഫോം. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ കിടക്കുന്ന ക്യാൻ ഉണ്ട്, പിന്നെ റൈറ്റ് ഉണ്ട്, 2 വെർബുകളാണ്. ഈ ക്യാനിനെ എടുത്ത് മുന്നിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. അത്രയേ ഉള്ളൂ. ക്യാൻ ഐ റൈറ്റ് ഇൻ ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷിൽ എഴുതുവാൻ കഴിയുമോ എന്നാണ് ചോദ്യം. ക്യാൻ ഇവിടെ വന്നു. ക്യാൻ ഐ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുമോ? ക്യാൻ ഹി റൈഡ് എ ബൈക്ക്. അവനൊരു ബൈക്ക് ഓട്ടിക്കുവാൻ കഴിയുമോ? നെക്സ്റ്റ്, ക്യാൻ ദേ പ്ലേ ചെസ്. അവർക്ക് ചെസ് കളിക്കുവാൻ കഴിയുമോ? അപ്പം ജസ്റ്റ് ഈ ക്യാനിനെ എടുത്ത് മുന്നിലേക്ക് മാറ്റുക, അത്ര മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ. അതായത് ക്യാൻ പ്ലസ് സബ്ജക്ട് പ്ലസ് V1, പിന്നെ ബാക്കി ആ സെൻറ്റൻസിൻ്റെ കൂടെ വരുന്ന കാര്യങ്ങൾ. അത്രയുമാണ് ക്യാൻ ഉപയോഗിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കാനും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുമുള്ള പ്രയത്നം. ഒരുപാടുമില്ല, ഒരുപാട് കാര്യങ്ങൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, യു ക്യാൻ റൈറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്. ആം ഐ റൈറ്റ്? ഞാൻ ഒരാൾക്ക് ചോദിക്കുക, യു ക്യാൻ റൈറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്, ആം ഐ റൈറ്റ്? മറ്റേ ഉത്തരം എന്തായിരിക്കും? യെസ്. ദെൻ വാട്ട് ഈസ് യുവർ പ്രോബ്ലം? അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം? ദെൻ വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ഐ കാൺ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയുന്നില്ല, അതാണ് എൻ്റെ പ്രോബ്ലം. ഇപ്പം കാണ്ട്, ഇത് കനോട്ടാണ്. ക്യാൻ പ്ലസ് നോട്ട്, അതാണ് കാണ്ട്. അപ്പം നമ്മൾ കനോട്ടും പഠിച്ചു കഴിഞ്ഞു. ഐ കാൺ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയുന്നില്ല. നെക്സ്റ്റ്, ക്യാൻ യു സ്പെൻഡ്. സ്പെൻഡ് എന്ന് വെച്ചാൽ ചിലവാക്കുക, ചിലവഴിക്കുക. ക്യാൻ യു സ്പെൻഡ് 2 hours എ ഡേ ടു പ്രാക്ടീസ്. എന്താണ്? നിങ്ങൾക്കൊരു 2 മണിക്കൂർ ദിവസം ചിലവാക്കാൻ പറ്റുമോ? ഉത്തരം എന്തായി? നോ, ഐ കാണ്ട്. എനിക്ക് കഴിയില്ല. 2 മണിക്കൂർ ചിലവാക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പ്രാക്ടീസ് നമുക്ക് കഴിയില്ല എന്ന് ഉത്തരം വന്നു. അടുത്ത ചോദ്യം, കാണ്ട് യു സ്പെൻഡ് 15 minutes എ ഡേ ടു പ്രാക്ടീസ്. നിങ്ങൾക്കൊരു 15 minutes ചിലവാക്കാൻ കഴിയില്ലേ? കാണ്ട് യു, കഴിയില്ലേ എന്നാണ്. ക്യാൻ യു എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയുമോ? കാണ്ട് യു സ്പെൻഡ് 15 minutes എ ഡേ ടു പ്രാക്ടീസ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് പഠിക്കാൻ ഒരു 15 മിനിറ്റ് ചിലവാക്കാൻ കഴിയില്ലേ? യെസ്, ഐ ക്യാൻ. കഴിയും.
അപ്പോൾ നമ്മൾ ക്യാനും പഠിച്ചു, കാണ്ടും പഠിച്ചു. അതുപയോഗിച്ചുള്ള സെന്റൻസ് പഠിച്ചു, ഐ കാൺ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ആൻഡ് ക്വസ്റ്റ്യൻ പഠിച്ചു. ഈ കാണ്ടിനെ ഫ്രണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻ ഷിഫ്റ്റ് ചെയ്യും പോലെ തന്നെയാണ് അത് ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. ക്യാൻ എങ്ങനെ മാറ്റി മുന്നിലേക്ക് ഇട്ടു അതേപോലെ കാണ്ടിനെ എടുത്ത് മുന്നിലേക്ക് ചെയ്യുക. കാണ്ട് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ലേ എന്നാണ് അതിന്റെ അർത്ഥം. ഇനി 2 സെൻസ് നോക്കാം. ക്യാൻ യു റൈറ്റ് 5 sentences about ചന്ദ്രയാൻ 3? ചന്ദ്രയാൻ 3നെ കുറിച്ച് നിങ്ങൾക്കൊരു 5 sentences എഴുതാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പൊ എന്തായിരിക്കും? പറ്റുമെന്നോ ഇല്ലെന്നോ ഉത്തരം വരാം. ഇനി അടുത്തൊരു ചോദ്യം. അപ്പൊ പറ്റില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ അടുത്തൊരു ചോദ്യം കൂടെ പറയാം. കാണ്ട് യു റൈറ്റ് 2 sentences about ചന്ദ്രയാൻ? നിങ്ങൾക്ക് ചന്ദ്രയാനെ കുറിച്ച് ഒരു 2 സെന്റൻസ് എഴുതാൻ പറ്റില്ലേ? അതെന്തായാലും പറ്റും. അങ്ങനെ 2 സെന്റൻസ് എഴുതാൻ പറ്റുമെങ്കിൽ ആ 2 സെന്റൻസ് ഒന്നും പറയാൻ പറ്റില്ലേ? തീർച്ചയായും പറ്റും. ജസ്റ്റ് ട്രൈ ടു സ്പീക്ക്. ഷുവർലി യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഇപ്പൊ നമ്മൾ ക്യാൻ പഠിച്ചു, കാണ്ട് പഠിച്ചു, ക്യാനും കാണ്ടും ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പഠിച്ചു. 3 കാര്യങ്ങളാണ്. വളരെ സിമ്പിളാണ് ഇതിനകത്ത്. ഇതൊന്ന് ഓർത്ത് വെച്ച് കുറേ ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങളോട് തന്നെ ചോദിക്കുക, ആരുടെ ചോദിക്കാനില്ലെങ്കിൽ. പയ്യെ നമ്മളെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യും. നോ ഡൗട്ട്. ഓക്കെ, ദിസ് ഈസ് ശ്രീകുമാർ സൈനിങ് ഓഫ്.